റമദാനിൽ ഗാസയെ ആക്രമിക്കരുതെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യം ഇസ്രയേൽ അംഗീകരിക്കുകയുണ്ടായി. യാഥാർത്ഥ്യം എന്തെന്നാൽ പെട്ടെന്നുള്ള ഒരു ആക്രമണം ഗാസക്കാർ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ്. മുന്നറിയിപ്പൊന്നുമില്ലാതെയാണ് കഴിഞ്ഞ ദിവസം ഗാസയിൽ ഇസ്രയേൽ അവരുടെ വംശഹത്യ ആക്രമണം നടത്തിയത്. സമാധാനത്തിൽ ഉണരാനായി കിടന്നവരിലേക്ക് യഥാർത്ഥത്തിൽ മരണമഴയായിരുന്നു പെയ്തിറങ്ങിയത്. പട്ടിണി കൊണ്ട് തളർന്നുപോയ ഗാസ ജനതയുടെ മേൽ വീണ്ടും ഒരു മരണമഴ ഇസ്രയേൽ പെയ്ച്ചു. തെരുവുകളെല്ലാം ചോരക്കളങ്ങളായി മാറുകയായിരുന്നു. ആക്രമണത്തിൽ 420ഓളം പേർ കൊല്ലപ്പെട്ടതായും 562 പേർക്ക് പരിക്കേറ്റതുമായിട്ടാണ് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. വെടിനിർത്തലിനെ തുടർന്ന് തകർന്ന വീടുകളിലേക്കെല്ലാം പാലസ്തീനികളായ ജനങ്ങൾ മടങ്ങി വന്നിരുന്നു. സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ രൂക്ഷമായ ബോംബ് വർഷത്തിൽ കുടുംബത്തിലെ അംഗങ്ങളെല്ലാം തന്നെ കൊല്ലപ്പെടുകയായിരുന്നു ചെയ്തത്. നിരവധി കുടുംബങ്ങളിലെ അംഗങ്ങളാണ് ആക്രമണത്തിൽ ഇല്ലാതായത്. മൃതദേഹങ്ങളും പരിക്കേറ്റവരെയും പ്രധാനമായിട്ടും കുതിരവണ്ടിയിലായിരുന്നു ആശുപത്രികളിലേക്ക് എത്തിച്ചിരുന്നത്. മാത്രമല്ല, ഈ കുതിരവണ്ടി അപകടത്തിൽപ്പെട്ടും നിരവധി പേർക്ക് പരിക്കേൽക്കുകയുണ്ടായി. ഗാസയിൽ എങ്ങും കാണാൻ കഴിയുന്ന കാഴ്ച എന്നത് കുട്ടികളുമായി ആശുപത്രിയിലേക്ക് ഓടുന്നവരെയാണ്.